വീട്ടിൽ നല്ല കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിക്കാൻ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ മടിയുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കറുത്ത പഴം ഉണ്ടാകുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ അത്രയും നല്ലതാട്ടോ. ഞാനത് വിട്ടുപോയതാണ്. പിന്നെ അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മൾ ബനാന പാൻ കേക്കാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടാവുകയും ചെയ്യും. നേന്ത്രപ്പഴം തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് റോബസ്റ്റ പഴമൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഇട്ട് കൊടുത്താലും മതി. പിന്നെ അതിലേക്ക് 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഇതിന് പകരം നമ്മൾ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് പാലിപ്പോൾ ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് കുട്ടികൾക്ക് അത്ര ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനല്ല, അപ്പോൾ മൈദയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടിയ. കുറച്ചൊന്ന് ടൈറ്റാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത്, കണ്ടോ? ഈ ഒരു രീതിയിലാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ ആദ്യം തന്നെ കുറേ ചേർത്ത് കൊടുക്കരുത്, കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വരണം. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും കേട്ടോ. ചെറിയ തീയിലിട്ട് വേണം, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് മുകൾ ഭാഗത്തെല്ലാം ബബിൾസ് വരുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ സ്പൂണിൽ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ബട്ടറൊന്ന് മെൽറ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബട്ടറൊക്കെ ചേർത്ത്. ഞാൻ പറഞ്ഞ പോലെ തീ ഒന്ന് കൂടിപ്പോയാൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോകാൻ ചാൻസ് അല്ല, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. എന്നിട്ടിങ്ങനെ മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിപ്പിച്ചെടുത്താൽ നമ്മുടെ പാൻ കേക്ക് റെഡി കേട്ടോ. ബനാന പാൻ കേക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും അവർ കഴിച്ചോളും. പിന്നെ ഇവിടെ മക്കൾ തേനൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടൊക്കെ കേട്ടോ കഴിക്കാറ്. അവർക്ക് ഇതിലേക്ക് തേനാണ് ഒന്നുകൂടെ ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിൽ തേൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഒന്നിങ്ങനെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാട്ടോ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ പഴമൊക്കെ വീട്ടിൽ ഇതുപോലെ കറുത്ത പഴം, നല്ല പഴുത്ത പഴം തന്നെ വേണം കേട്ടോ. അതുപോലെ നല്ല പഴുത്ത പഴവും അല്ലെങ്കിൽ റോബസ്റ്റ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്